Hello everyone, Sahagari Race Plus VHSE Commerce Cost Accounting ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ സ്റ്റാൻഡേർഡുകളാണുള്ളത്, ആരാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അത് ആരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്താണെന്നൊന്ന് നോക്കാം അല്ലേ. കോസ്റ്റ് അക്കൗണ്ടിംഗ് അറിഞ്ഞാലല്ലേ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ, സോ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്? ഇറ്റ് ഈസ് എൻ അക്കൗണ്ടിംഗ് ബ്രാഞ്ച് വേർ ഓൾ ദ കോസ്റ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആർ പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് അല്ലേ. ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ അവരെന്താണ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് they will incur a lot of കോസ്റ്റ് അല്ലേ. അവർക്ക് പലതരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന കോസ്റ്റുകളെ പ്രിപ്പയർ ചെയ്യുന്നതും ഈ പറയുന്ന കോസ്റ്റിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഒന്നാമതാണ് കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്, അതായത് കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയാം. വേരിയസ് കൈൻഡ്സ് ഓഫ് കോസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ദെൻ കോസ്റ്റ് അസർടൈൻമെന്റ്. കോസ്റ്റ് അസർടൈൻമെന്റിൽ എന്താണ്, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ ഏതൊക്കെ, സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ ഏതൊക്കെ, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് കോസ്റ്റ് അസർടൈൻമെന്റിൽ വരുന്നത്. അതിനുശേഷം കോസ്റ്റിനെ അനലൈസ് ചെയ്യുന്നു, കോസ്റ്റിനെ കമ്പയർ ചെയ്യുന്നു. എന്താണ് കമ്പാരിസൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വി മേ ഹാവ് എ ബഡ്ജറ്റഡ് കോസ്റ്റ് അല്ലെ. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കാം, ബഡ്ജറ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇപ്പം എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ബഡ്ജറ്റ് 100 rupees ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ അതിൽ എത്രയാണ്, 100 രൂപയാണ് ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വൽ കോസ്റ്റ് നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 150 rupees ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ ആക്ച്വലും തമ്മിൽ എത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ നമ്മുടെ കോസ്റ്റും പ്രീവിയസ് ടൈമിലെ കോസ്റ്റും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, ആ ഒരു കമ്പാരിസൺ ആണ് കോസ്റ്റ് കമ്പാരിസണിൽ വരുന്നത്. ദെൻ കോസ്റ്റ് കൺട്രോളിൽ എന്തായിരിക്കും, നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതിൽ നിന്ന് എത്രമാത്രം ഡീവിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം 100 രൂപ ബഡ്ജറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് അവസാനം 150 എത്തി അല്ലേ. അപ്പോൾ ആ ഒരു വേരിയേഷനെ കൺട്രോൾ ചെയ്യണം. ദെൻ കോസ്റ്റ് റിപ്പോർട്ട്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ. കോസ്റ്റ് അസർടൈൻ ചെയ്തു, കോസ്റ്റിനെ അനലൈസ് ചെയ്തു, കമ്പയർ ചെയ്തു, കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് നമ്മൾ ആരെ അറിയിക്കണം, ടോപ്പ് മാനേജ്മെന്റിനെ നമ്മളൊരു റിപ്പോർട്ട് ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യണം അല്ലേ. അപ്പം അതാണ് ഈ ഒരു കോസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് വരിക. അതായത് നമ്മുടെ വേരിയസ് ഫൈൻഡിങ്സ് അതിനൊരു പ്രോപ്പർ റിപ്പോർട്ടായിട്ട് നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു റിപ്പോർട്ട് ഫോമിലേക്ക് മാറ്റണം അല്ലേ. അപ്പം ആ ഒരു സ്റ്റേജാണ് കോസ്റ്റ് റിപ്പോർട്ടിൽ വരുന്നത്. ദെൻ ഫൈനൽ വരുന്നതാണ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് യൂഷ്വലി ഗവൺമെന്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് കോസ്റ്റ് ഓഡിറ്റിൽ വരുന്നത്. അതായത് ഓരോ കൺസേൺസ് അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷൻസും അവരുടെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രസന്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യണം. അപ്പം അതിന് മുന്നേ ആയിട്ട് ഒരു എക്സ്റ്റേണൽ കോസ്റ്റ് ഓഡിറ്റർ വന്നിട്ട് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്യും. അപ്പം അതിന്റെ ബേസിസിൽ ഗവൺമെന്റിലേക്ക് ഈ ഒരു റിപ്പോർട്ടും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. അപ്പം ഇത്രയും സ്റ്റേജസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവർ സർവീസ് റെൻഡറിങ് റിലേറ്റഡ് ആയിട്ടോ അവർക്ക് ഇൻക്വയർ ചെയ്യുന്ന കോസ്റ്റുകളെ നമ്മൾ അസർടൈൻ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും കമ്പയർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അത് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ആണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് കമ്പൽസറി ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫേംസിന് ഇത് കമ്പൽസറി ആണ്, കമ്പനീസ് ആക്ടിലെ ഏത് സെക്ഷനിലാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞിട്ടുള്ളത്, ഈ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ കമ്പനീസ് ആക്ട് 2013
സെക്ഷൻ 148 കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉള്ളത്. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 148. ഓക്കെ, 148 പ്രകാരമാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? കമ്പനീസ് ഇപ്പം ഈ പറഞ്ഞ കോസ്റ്റ് ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഇനി എല്ലാ കമ്പനീസിനും ഇത് നിർബന്ധമാണോ? ഈ കോസ്റ്റിൻ്റെ പ്രിപ്പറേഷനും കോസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കലും കോസ്റ്റ് ഓഡിറ്റിങ്ങും എല്ലാം എല്ലാ കമ്പനീസിനും നിർബന്ധമാണോ? അല്ല. There are specific companies have to maintain cost records and cost audit. ചില പെർട്ടിക്കുലർ കമ്പനീസിനാണ് ഈ ഒരു കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും കോസ്റ്റ് ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് നടത്തേണ്ടതും. ഓക്കെ, എല്ലാ കമ്പനീസും അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രീസും അതിൽ വരുന്നില്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് കമ്പനീസ് ആക്ട് 2013 പ്രകാരം നമ്മൾ ഇൻഡസ്ട്രീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, റെഗുലേറ്റഡും അൺറെഗുലേറ്റഡും. ക്ലിയർ ആണോ? അപ്പം നമ്മൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഏതൊക്കെ കമ്പനീസിനാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ കമ്പനീസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റെഗുലേറ്റഡ് കമ്പനീസും അൺറെഗുലേറ്റഡ് കമ്പനീസും. അപ്പം ടേബിൾ എ എന്ന് പറയുന്നതാണ് റെഗുലേറ്റഡ് കമ്പനീസ്, ടേബിൾ ബി ആണ് അൺറെഗുലേറ്റഡ് കമ്പനി. ഇനി ഇപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി ഈ ഒരു റെഗുലേറ്റഡ് കമ്പനീസിൽ വരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ പ്രൊഡക്റ്റ് ഈ പറയുന്ന റെഗുലേറ്റഡ് കമ്പനിയിലാണ് വരുന്നതെങ്കിൽ, ഇനി ഏതാണ് റെഗുലേറ്റഡിൽ വരിക? ഷുഗർ, പെട്രോള്, ആൽക്കഹോള്, ടെലികമ്മ്യൂണിക്കേഷൻ, ഫെർട്ടിലൈസേഴ്സ്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റാണ്. മെയിനായിട്ട് 6 ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഈ ഒരു റെഗുലേറ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പം അതിൽ വരുന്നതാണ് ഷുഗറും ആൽക്കഹോളും ഫെർട്ടിലൈസറും ഒക്കെ. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? ഒരു റെഗുലേറ്റഡ് കമ്പനിയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, റെഗുലേറ്റഡും അൺറെഗുലേറ്റഡും. റെഗുലേറ്റഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് 6 പ്രൊഡക്ട്സ് ആണ് ഈ റെഗുലേറ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഷുഗറും ടെലികമ്മ്യൂണിക്കേഷനും പെട്രോളിയം ഫെർട്ടിലൈസറും. അപ്പം നിങ്ങളുടെ കമ്പനി ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതൊരു റെഗുലേറ്റഡ് കമ്പനിയാണ്. അപ്പം നിങ്ങളുടെ ഒരു റെഗുലേറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ cost records are mandatory for the industries with annual turnover 35 crore or more. അപ്പം നിങ്ങളുടെ കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ 35 കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്രിപ്പയർ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, കമ്പൽസറി ആണ്. ഓക്കെ, അപ്പം ആനുവൽ റിട്ടേൺ 35 കോടിക്ക് മുകളിലാണെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റ് ഈസ് മാൻഡേറ്ററി ഇഫ് ഓവറോൾ ആനുവൽ ടേൺ ഓവർ ഈസ് ഈക്വൽ ടു ഓർ മോർ ദാൻ 50 crore. കോസ്റ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ 35 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടായി മതി. ഇനി കോസ്റ്റ് ഓഡിറ്റ് നടത്തണമെങ്കിലോ, കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ വന്നിട്ട് കമ്പനിയുടെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ഓഡിറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ആ ഒരു കോസ്റ്റ് ഓഡിറ്റ് ആർക്കാണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്? If the overall turnover is equal to or more than 50 crore, 50 കോടിക്ക് മുകളിൽ ടേൺ ഓവർ വരുന്ന ഓവറോൾ ടേൺ ഓവർ വരികയാണെന്നുണ്ടെങ്കിലും, അതേപോലെ aggregate turnover of the products or services is equal to more than 25 crore. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ സപ്പോസ് എ ലിമിറ്റഡ് പെട്രോളിയം പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ക്ലോത്ത്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, 2 പ്രൊഡക്ട്സ് ആണ് ഇവർക്ക് മെയിനായിട്ട്, പെട്രോളിയവും ക്ലോത്ത്സും. സപ്പോസ് പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്ന് ഇവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 35 കോടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നുള്ള എ ലിമിറ്റഡിന്റെ ടേൺ ഓവർ 35 crore ആണ്. ക്ലോത്ത്സിൽ നിന്നുള്ള അവരുടെ ടേൺ ഓവർ സപ്പോസ് ഒരു 20 crore ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 20 crore. ഓക്കെ, ഇപ്പം ഈ ഒരു കേസിൽ എ ലിമിറ്റഡിന് എന്താണ്? പെട്രോളിയം എന്നുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എ ലിമിറ്റഡ് റെഗുലേറ്റഡ് കമ്പനി ടേബിൾ എയിലാണ് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലോത്ത്സ് എന്താണ്? ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്നില്ല, അപ്പം അത് പോട്ടെ. അപ്പം പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ
ടേബിൾ എ ആയിട്ടുള്ള റെഗുലേറ്റഡ് കമ്പനിയിലാണ് എ ലിമിറ്റഡ് വരുന്നത്. ഇനി കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ടോട്ടൽ ടേൺ ഓവർ 35 crore മുകളിലാണെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ എ ലിമിറ്റഡിന്റെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണ്? പെട്രോളിയത്തിൽ നിന്നുള്ള 35ഉം ക്ലോത്ത്സിൽ നിന്നുള്ള 20 crore. അപ്പൊ ടോട്ടൽ എത്ര? 55 crore ഇവരുടെ ടേൺ ഓവർ ആണ് അല്ലേ? ടോട്ടൽ 55 crore ടേൺ ഓവർ ആണ്. സോ 35 കോടിക്ക് മുകളിലാണ്. സോ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇനി കോസ്റ്റ് ഓഡിറ്റിലേക്ക് വരുമ്പോഴോ equal to or more than 50 crore. ഓവറോൾ ആനുവൽ ടേൺ ഓവർ 50 കോടിക്ക് മുകളിലാണെങ്കിൽ ഇവിടെ എത്രയാണ് ഓവറോൾ ആനുവൽ ടേൺ ഓവർ? പെട്രോളിയത്തിൽ നിന്നും ക്ലോത്ത്സിൽ നിന്നും ഓവറോൾ ആണ്. അപ്പൊ രണ്ട് പ്രൊഡക്ട്സിന്റെയും ടേൺ ഓവറിന്റെ ടോട്ടൽ. അപ്പൊ 35 പ്ലസ് 20 55. അപ്പൊ അത് എബവ് 50 ആണ്. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ aggregate turnover of the product or service is equal to or more than 25 crore. ഇനി ഈ പറയുന്നത് എന്താണ്? നമ്മുടെ റെഗുലേറ്റഡ് പ്രൊഡക്റ്റിന്റെ ടേൺ ഓവർ അത് 25 crore മുകളിലാണെങ്കിൽ, അപ്പൊ ഇവിടെ നോക്കൂ, റെഗുലേറ്റഡ് ഏതാണ്? പെട്രോളിയം ആണ് അല്ലെ? എ ലിമിറ്റഡിന്റെ കേസിൽ പെട്രോളിയവും ക്ലോത്ത്സും ആണ് ഉള്ളത്. അപ്പൊ പെട്രോളിയത്തിന്റെ ടേൺ ഓവർ, ഓവറോൾ ടേൺ ഓവർ, പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്നുള്ള ഓവറോൾ ടേൺ ഓവർ 25 കോടിക്ക് മുകളിലാവണം. ഇവിടെ നോക്കൂ, 35 കോടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാണ്. അപ്പൊ സോ ഈ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എന്ത് പ്രിപ്പയർ ചെയ്യണം? കോസ്റ്റ് ഓഡിറ്റ് കൂടി മാൻഡേറ്ററി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് കമ്പനീസ് ആക്ട് 2013 പറയുന്ന റൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 148 കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് റെഗുലേറ്റഡും അൺറെഗുലേറ്റഡ് കമ്പനീസും ഉണ്ട്. റെഗുലേറ്റഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ടേൺ ഓവർ 35 കോടിക്ക് മുകളിലാണെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഓവറോൾ ആനുവൽ ടേൺ ഓവർ 50 crore എബോവും അഗ്രിഗേറ്റ് പ്രൊഡക്റ്റ് ടേൺ ഓവർ 25 കോടിക്ക് മുകളിലോ ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഡിറ്റും മാൻഡേറ്ററി ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി ഇത് റെഗുലേറ്റഡ് ആണെങ്കിൽ. ഇനി അൺറെഗുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക നോക്കാം. അൺറെഗുലേറ്റഡ് നമ്മൾ ടേബിൾ ബിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. ടോട്ടല് 33 പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ 33 ടൈപ്പ് ഓഫ് കമ്പനീസിനെയാണ് അൺറെഗുലേറ്റഡ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ വരുന്നതാണ് അയൺ ആൻഡ് സ്റ്റീല്, ഡിഫൻസ് മെഷീനറി ഒക്കെ. ഓക്കെ, അങ്ങനെ 33 എണ്ണം ഉണ്ട്. ഇതൊക്കെ അൺറെഗുലേറ്റഡ് ആണ്. സപ്പോസ് നിങ്ങളുടെ കമ്പനി ഒരു അൺറെഗുലേറ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് ആർ മാൻഡേറ്ററി വിത്ത് ആനുവൽ ടേൺ ഓവർ ഓഫ് 35 crore ഓർ മോർ. നേരത്തെ നമ്മൾ റെഗുലേറ്ററിൽ പറഞ്ഞ സെയിം കാര്യം. എന്താണ്? ആനുവൽ ടേൺ ഓവർ 35 കോടിക്ക് മുകളിൽ വരുന്നുണ്ടെങ്കിൽ എന്ത് കമ്പൽസറി ആണ്? കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് കമ്പൽസറി ആണ്. ഇനി കോസ്റ്റ് ഓഡിറ്റോ? കോസ്റ്റ് ഓഡിറ്റ് ഈസ് മാൻഡേറ്ററി ഇഫ് ഓവറോൾ ആനുവൽ ടേൺ ഓവർ ഈസ് ഈക്വൽ ടു ഓർ മോർ ദാൻ 100 crore ആൻഡ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു മോർ ദാൻ 35 crore. റെഗുലേറ്ററിൽ നിന്ന് കുറച്ചും കൂടി എന്താണ് ഹയർ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് അല്ലേ? കാരണം എന്താണ്? ആനുവൽ ടേൺ ഓവർ 100 കോടിക്ക് മുകളിൽ, നേരത്തെ അത് 50 കോടിയായിരുന്നു. ഇവിടെ എന്താണ്? 100 കോടിക്ക് മുകളിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 100 കോടിക്ക് മുകളിൽ വരികയും അഗ്രിഗേറ്റ് പ്രൊഡക്റ്റിന്റെ ടേൺ ഓവർ 35 കോടിക്ക് മുകളിൽ വരുന്നുണ്ടെങ്കിൽ മാത്രം കോസ്റ്റ് ഓഡിറ്റ് കമ്പൽസറി ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ റെഗുലേറ്റഡ് ഉണ്ട്, അൺറെഗുലേറ്റഡ് ഉണ്ട്. റെഗുലേറ്റഡ് ആണെങ്കിലും അൺറെഗുലേറ്റഡ് ആണെങ്കിലും ഓവറോൾ ടേൺ ഓവർ 35 crore എബോവ് ആണെങ്കിൽ കോസ്റ്റ് റെക്കോർഡ്സ് മാൻഡേറ്ററി ആണ്. കോസ്റ്റ് ഓഡിറ്റിന്റെ കേസിൽ റെഗുലേറ്റഡ് കമ്പനീസിന് ആനുവൽ ടേൺ ഓവർ 50 കോടിയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ അഗ്രിഗേറ്റ് പ്രൊഡക്റ്റിന്റെ ടേൺ ഓവർ 25 കോടിക്കോ മുകളിലാണെങ്കിലാണ് കോസ്റ്റ് ഓഡിറ്റ് കമ്പൽസറി ആവുന്നത്. അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആനുവൽ ടേൺ ഓവർ 100 കോടിക്ക് മുകളിലോ അതല്ലെങ്കിൽ അഗ്രിഗേറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ടേൺ ഓവർ 35 കോടിക്ക് മുകളിലോ വരുമ്പോഴാണ് എന്ത് കമ്പൽസറി ആയിട്ട് വരുന്നത്? കോസ്റ്റ് ഓഡിറ്റ് കമ്പൽസറി ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. പക്ഷേ
പല കമ്പനീസും ഇപ്പം എ എന്ന് പറയുന്ന കമ്പനി ഫോളോ ചെയ്യുന്ന റൂൾ ആയിരിക്കണം എന്നില്ല ബി എന്ന് പറയുന്ന കമ്പനി ഫോളോ ചെയ്യുന്ന റൂള് അല്ലേ. അപ്പം ഈ രീതിയിൽ രണ്ട് കമ്പനീസ് ഉണ്ടെങ്കിൽ രണ്ട് കമ്പനീസും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കോസ്റ്റ് അക്കൗണ്ടിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ ഓഡിറ്റിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ. ഇപ്പം ഇവർ ഫോളോ ചെയ്യുന്ന റൂൾസ് അല്ല ചിലപ്പോൾ ഇവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക, ഇതൊന്നും ആയിരിക്കില്ല ഇനി മറ്റൊരു കമ്പനി. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് കമ്പാരിസൺ അവിടെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിന് ഒരുപാട് ടൈം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം, കൃത്യമായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്തും എന്താണ് യൂണിഫോം ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ കമ്പനീസും ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു യൂണിഫോമിറ്റി അവിടെ കീപ്പ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ പലരും എന്താണ് പല രീതിയിൽ ചെയ്യും, പല രീതിയിൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വാല്യൂ ചെയ്യുന്നതിനും അതിനെ കമ്പയർ ചെയ്യുന്നതിനൊക്കെ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിഫോമിറ്റി കോസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത്. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ടു പ്രൊമോട്ട് യൂണിഫോമിറ്റി ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് പ്രാക്ടീസസ്. എന്താണ് ഇന്ത്യയിൽ എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ടു പ്രൊമോട്ട് യൂണിഫോമിറ്റി, യൂണിഫോം ആയിട്ട്, അതായത് എല്ലാവരും എന്താണ് ഒരേ രീതിയിൽ ഈ പറയുന്ന കോസ്റ്റ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു പർപ്പസോട് കൂടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദിസ് വാസ് നെസസറി ഡ്യൂ ടു ദി ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ഇൻ ദി പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് കോസ്റ്റ് ലീഡിങ് ടു ഡിഫറെൻറ്റ് പ്രാക്ടീസസ് അഡോപ്റ്റഡ് ബൈ ഈച്ച് കമ്പനി ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ്. എന്താണ് ഇപ്പോൾ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ എന്താണ് പല കോസ്റ്റ് അക്കൗണ്ട്സോ അല്ലെങ്കിൽ പല കമ്പനീസും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരുന്നു ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താണ് അത് കുറച്ച് ഡിഫിക്കൽട്ടി ക്രിയേറ്റ് ചെയ്തു. കമ്പയർ ചെയ്യുന്നതിനും അത് ആ ഒരു റെക്കോർഡ്സ് എന്താണെന്നുള്ളത് പ്രോസസ്സ് ചെയ്യുന്നതിനും ടൈം കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലാക്ക് ഓഫ് യൂണിഫോമിറ്റീനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Therefore, the generally accepted cost accounting principles have been clearly defined and well documented in the form of cost accounting standards. എന്താണ് അപ്പം അതിന് വേണ്ടിയിട്ട് ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്ത് എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യേണ്ട കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്തു. എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു അച്ചീവ് uniformity and consistency in cost accounting practices of measurement and ascertainment of cost. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ദാറ്റ് ആർ മെന്റ് ടു provide uniformity and consistency in cost accounting practice. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസിൽ ഒരു യൂണിഫോമിറ്റിയും അതേപോലെ തന്നെ കൺസിസ്റ്റൻസിയും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡിനെയാണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. So there are 24 cost accounting standards are existing. അപ്പോൾ നമ്മുടെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസിനെ വളരെ റെഗുലേറ്റഡ് ആയിട്ടും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടും വളരെ യൂണിഫോം ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയാണ്, ICMAI ആണ് മെയിനായിട്ട് ഈ ഒരു എന്താ പറയുക കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഫോർമുലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മെയിനായിട്ട് ഫങ്ഷൻ ചെയ്തത്. ഇതിന് വേണ്ടി ICMAI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബോർഡാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്.
ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എങ്ങനെയാണ് ആർക്കൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ട് ഈ ഒരു കോസ്റ്റ് റെക്കോർഡ്സ് ഓഡിറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കോസ്റ്റ് റെക്കോർഡ്സും ഓഡിറ്റും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂണിഫോം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ യൂണിഫോം ആയിട്ടുള്ള സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ICMAIയുടെ കീഴിൽ വരുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഈ പറയുന്ന 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുന്നതും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താന്ന് ചെറുതായിട്ട് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. provides structured approach to cost measurement in industry. ഇൻഡസ്ട്രിയിൽ എന്താണ് കോസ്റ്റിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ, അതായത് ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് ഇന്ന രീതിയിൽ മെഷർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓവർ ഹെഡ്സ് ഉണ്ട്, ഓവർ ഹെഡ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് അതിന് കൃത്യമായിട്ടൊരു റൂൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനീസും എന്താണ് അത് തന്നെ ഫോളോ ചെയ്യണം, അല്ലേ? അല്ലാതെ ഇപ്പോൾ ചില കമ്പനീസ് ഓവർ ഹെഡിനെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, മറ്റൊരു കമ്പനി ഓവർ ഹെഡ്സിനെ വേറൊരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ച് കോസ്റ്റ് മെഷർമെന്റിന് വേണ്ടിയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യാം. integrate, harmonize and standardize cost accounting principles and practices. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയും പ്രാക്ടീസസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ഹാർമോണൈസ് ചെയ്യുന്നു. ഒരൊറ്റ യൂണിഫോം ആയിട്ടുള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസ് കൊണ്ടുവരാനായിട്ട് ഉള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. Then helps to achieve uniformity and consistency in cost classification, measurement and allocation. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ അല്ലേ? കോസ്റ്റ് അലോക്കേഷൻ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഇതിനെല്ലാം എന്താണ് യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് ഒരേ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡുകൾ നമ്മൾ പഠിക്കും, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും എങ്ങനെയാണ്. അപ്പോൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്താണ്? കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നേച്ചർ ഓഫ് എക്സ്പെൻസ്, നേച്ചർ ഓഫ് ബിഹേവിയർ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കമ്പനി എന്താണ് ഇപ്പോൾ ഒരെണ്ണത്തിന് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ അങ്ങനെ മാത്രം എടുത്തു പോവാണ്, വേറൊരു രീതിയിൽ എടുത്തു പോവാണ്. അപ്പം അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടൊക്കെ നമ്മളതിനെ ഏത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്? ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാ കമ്പനീസ് എന്താണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനീസ് എന്താ ഒരേപോലെ ആ ക്ലാസിഫിക്കേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരേ റൂൾ ഉപയോഗിച്ചിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുക, മെഷർമെൻറ്റ് ചെയ്യുക, അലോക്കേഷൻ ചെയ്യുക, ആ ഒരു രീതിയിലേക്ക് മാറും. Supports the basis of cost computing for legal or regulatory purpose. Legal or regulatory purposes-ന് വേണ്ടിയിട്ട് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഗവൺമെൻറ്റിൽ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് യൂണിഫോം ആയിട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യും. ദെൻ അസിസ്റ്റ് ഇൻ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് ബൈ വേരിയസ് ഓർഗനൈസേഷൻസ് ആൻഡ് റെഗുലേറ്റേഴ്സ്. എന്താണ് അസിസ്റ്റ് ഇൻ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? എങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ കോസ്റ്റിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു റൂള് ഫോളോ ചെയ്തു, ആ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യും. ദെൻ മീനിങ് ഫുൾ ഇന്റർഫേം കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ്. ഇന്റർഫേം കമ്പാരിസണ്, അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഞാൻ പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഇൻക്വയറി ചെയ്ത കുറച്ച് കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 2020 എനിക്ക് ഇൻക്വയറി ചെയ്ത കോസ്റ്റുകളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇത് പ്രൊഡക്റ്റ് എ ഞാൻ വീണ്ടും 2021 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേറെ കോസ്റ്റ് കൂടുതലായിട്ട് വരികയോ അല്ലെങ്കിൽ കുറവ് വരികയോ അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ രണ്ട് രീതിയിലാണ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ 2020 ഞാൻ കോസ്റ്റിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത പോലെയല്ല 2021 കോസ്റ്റിൻ്റെ റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ഡിഫിക്കൽട്ട് ആവും. പക്ഷേ ഞാൻ ഒരേ റൂൾസ്, ഒരേ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഒരേ യൂണിഫോം ആയിട്ടാണ്
2 ഇയറിലും എൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എനിക്കത് കമ്പയർ ചെയ്യാൻ ഈസി ആവും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഇന്റർ ഫേം കമ്പാരിസനെ കൂടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. Then assist in clear and uniform understanding to various stakeholders like government, MCA, etc. എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗവൺമെന്റിലേക്കൊക്കെ ഈ റിപ്പോർട്ട്സ് പോവും. അപ്പോൾ അവർക്ക് എന്താണ് ഈസിലി ഇത് പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈസി ആയിട്ട്. കാരണം എന്താണ്, ഇപ്പോൾ CAS 1 അത് ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓവർ ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെന്താണ് ഈസി ആയിട്ട് മറ്റൊരു എക്സ്റ്റേണൽ പാർട്ടിക്ക് പ്രോസസ്സ് ചെയ്യുന്നതിന് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യും. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താണെന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. യൂണിഫോമിറ്റി കൊണ്ടുവരാനും എക്സ്റ്റേണൽ പാർട്ടിക്ക് ആ ഒരു കാര്യം പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനും കോസ്റ്റിൻ്റെ ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനും ഇന്റർ ഫേം കമ്പാരിസണും അത് എത്രമാത്രം ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. ഇനി ആരാണ് ഈ പറയുന്ന 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് ഓവർ ചെയ്യുന്നത് ആരാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് അതിന് വേണ്ടിയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ബോർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. The Council of the Institute of Cost Accounts of India has constituted Cost Accounting Standard Board with the objective of formulating Cost Accounting Standard. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ICMAI, അവരാണ് എന്ത് ഫോം ചെയ്തത്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ബോർഡിനെ ഫോർമുലേറ്റ് ചെയ്തത് for the purpose of formulating cost accounting standards. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ICMAI ഫോം ചെയ്ത ബോർഡാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ക്ലിയർ ആണല്ലോ? ICMAI എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ആണ്. കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, കൗൺസിലാണ് ICMAI. ഇപ്പം ഇതിലെ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ അവർ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അപ്പം ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്യുക, അതിലെ ട്രീറ്റ്മെൻറ്റുകൾ ഫിക്സ് ചെയ്യുക, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ കാലാനുസൃതമായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നടത്തി ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഓക്കെ, ഇനി എന്താണ് CASB കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിന്റെ ഒബ്ജക്റ്റീവ്? ഡെവലപ്പ് ഹൈ ക്വാളിറ്റി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഇൻഫോംഡ് മാനേജ്മെന്റ് ഡിസിഷൻസ് ആൻഡ് റെഗുലേറ്ററി ഫംഗ്ഷൻ. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക. അപ്പോൾ അതുവഴി എന്താണ്? വളരെ കൃത്യമായിട്ട്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളെ ഫിക്സ് ചെയ്യുന്നതും സ്റ്റാൻഡേർഡ്സുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ്സുകളെ ഫിക്സ് ചെയ്യുന്നതിനും സ്റ്റാൻഡേർഡ്സുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് CASB കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അപ്പോൾ ഹൈ ക്വാളിറ്റി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് CASBയുടെ ഫങ്ഷൻസ്? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഷ്യൂ ഫ്രെയിംവർക്ക് ഫോർ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്,
കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്ക് ഇഷ്യൂ ചെയ്യുക. ഗൈഡ് ലൈൻസ് ഫോർ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസ്. ഇപ്പോൾ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഓരോ കോസ്റ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് CMA എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് എല്ലാവരും അവെയർ ആയിരിക്കും അല്ലേ. അപ്പോൾ CMA കഴിഞ്ഞ ഒരാൾ എന്താണ്, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രാക്ടീഷണർ ആണ്. അപ്പോൾ അവർക്ക് ഒരു പെർട്ടിക്കുലർ കോഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരിക എന്നുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ആരായിരിക്കും, ഈ ഒരു CASB ബോർഡായിരിക്കും. ദെൻ അസിസ്റ്റ് ദ മെമ്പേഴ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് യൂണിഫോം കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒരേ രീതിയിലുള്ള കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരേ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് അസിസ്റ്റ് ചെയ്യുന്നു. പ്രൊവൈഡ് ഇന്റർപ്രിട്ടേഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഗൈഡ് ലൈൻസ്, ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുക. Then promote and educate users on compliance with the cost accounting standards. Cost accounting standards-നെ പ്രൊമോട്ട് ചെയ്യുന്നതിനും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും ആരുടെ ഫംഗ്ഷനാണ്, CASB-യുടെ ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇവർ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ, പോരാ അല്ലേ. അത് പബ്ലിക്കിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സിലേക്ക് അത് എത്തണം. ഇന്ന രീതിയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സിനെ അവർ എന്ത് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്യണം. അതും ആരുടെ ഫംഗ്ഷനാണ്, CASB-യുടെ ഫംഗ്ഷനാണ്. ആൻഡ് പെർസ്വേഡ് ഗവൺമെന്റ് ആൻഡ് അതോറിറ്റി ടു എൻഫോഴ്സ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഗവൺമെന്റിനെ പെർസ്വേഡ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാവരും ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ പെർസ്വേഡ് ചെയ്യുക. അതായത് ഗവൺമെന്റ് റൂൾസ് കൊണ്ടുവരുമ്പോഴാണ് എല്ലാ കമ്പനീസും അത് ഫോളോ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഒരു കാര്യം മാൻഡേറ്ററി അല്ല എന്നുണ്ടെങ്കിൽ ആരും അത് ചെയ്യാൻ പോവില്ല അല്ലേ. അപ്പോൾ അതിനെ എന്താക്കണം, മാൻഡേറ്ററി ആക്കണം. അപ്പം മാൻഡേറ്ററി ആക്കുമ്പോൾ എല്ലാവരും അത് ആ ഒരു റൂള് ഫോളോ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന യൂണിഫോമിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ പെർസ്വേഡ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു CASB-യുടെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. ആൻഡ് ടു എക്വിപ്പ് ദ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് വിത്ത് ബെറ്റർ ഗൈഡ് ലൈൻസ് ഓൺ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസിന് എന്താണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ്സിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ടു പ്രൊവൈഡ് ടൈം ടു ടൈം ഇന്റർപ്രിട്ടേഷൻ ഓൺ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓരോ സമയത്തിനനുസരിച്ച് ഇപ്പോൾ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മോർ ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതും അത് ക്ലിയർ ചെയ്യുന്നതും ആര് തന്നെയായിരിക്കും, ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് തന്നെയായിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അതെന്താണ്, ടൈം ടു ടൈം അത് ഇവാലുവേറ്റ് ചെയ്യുക, ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുക, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ അവരുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പം മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്, 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുണ്ട്. ആ 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ ഫോർമുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഏത്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു ബോർഡിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ICMAയിലെ മുഴുവൻ മെമ്പേഴ്സ് കൂടിയിട്ടല്ല കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉണ്ടായിരിക്കുക. ഒരു പെർട്ടിക്കുലർ അതിൽ നിന്ന് സെലക്ട് ആയിട്ട് വരുന്ന ആളുകളോ അല്ലെങ്കിൽ അവർ തന്നെ സെലക്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അല്ലാതെ ICMAയിലെ ഫുൾ മെമ്പേഴ്സും ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിലെ മെമ്പർ ആവണമെന്ന് ഇല്ല. അപ്പോൾ CASBക്ക് ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷൻ ഉണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 ചെയർമാൻ, ഒരു ചെയർമാൻ ആണ് നമ്മുടെ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിന് ഉണ്ടായിരിക്കുക. ആ ചെയർമാനെ നോമിനേറ്റ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICMAI ആയിരിക്കും ഈ ഒരു ചെയർമാനെ നോമിനേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ CASBയുടെ കോമ്പോസിഷൻ, ബോർഡിന്റെ കോമ്പോസിഷൻ ആണ് നമ്മൾ പറയുന്നത്. ചെയർമാനെ നോമിനേറ്റ് ചെയ്യുന്നത് ICMAയിൽ നിന്നായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. 5 മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ. ICMAയിലെ 5 മെമ്പേഴ്സ് ഈ ഒരു CASBയുടെ മെമ്പേഴ്സിൽ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ CASB ബോർഡിന്റെ ഭാഗമായിരിക്കും. ഓക്കെ, ICMAയുടെ 5 മെമ്പേഴ്സ് ഇവിടെ CASBയുടെ മെമ്പേഴ്സ് ആയിരിക്കും. ദെൻ 1 നോമിനി ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെന്റിംഗ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഒരു നോമിനി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു നോമിനി മെമ്പർ
എവിടെ ഉണ്ടായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിന്റെ മെമ്പേഴ്സിൽ ഒരാളായിട്ട് ഉണ്ടായിരിക്കും. ദെൻ 1 അഡ്വൈസർ ഫ്രം ദ കോസ്റ്റ് ഓഡിറ്റ് ബ്രാഞ്ച്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലെ കോസ്റ്റ് ഓഡിറ്റ് ബ്രാഞ്ചിൽ നിന്നുള്ള ഒരു അഡ്വൈസർ ഉണ്ടായിരിക്കും. Then 1 nominee from the Central Board of Indirect Tax and Customs, സെൻട്രൽ ഗവൺമെന്റ്. ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിൽ നിന്നുള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കും, നമ്മുടെ CASB ബോർഡിൽ ഉണ്ടായിരിക്കും. ദെൻ 1 നോമിനി ഫ്രം ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സിൽ നിന്നുള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കും. ഡയറക്ട് ടാക്സിൽ നിന്നുള്ള ഒരു നോമിനി കൂടി മെമ്പറായിട്ട് ഉണ്ടായിരിക്കും. ദെൻ 2 മെമ്പേഴ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് റെപ്രസെന്റിംഗ് ലീഡിംഗ് കമ്പനീസ്. ലീഡിംഗ് കമ്പനീസിന്റെ 2 മെമ്പേഴ്സ്, ആ ഒരു ലീഡിംഗ് കമ്പനീസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ 4 nominees from the regulators like CAG, RBI, SEBI, IRDA. ഈ പറയുന്ന റെഗുലേറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 4 നോമിനീസ് ഉണ്ടായിരിക്കും. ദെൻ 2 nominees from the professional institutions like ICAI, ICSI. ICAI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ. നമ്മുടെ ICMAI പോലെ തന്നെ എന്താണ്, ചാർട്ടേഡ് അക്കൗണ്ട്സിനും കമ്പനി സെക്രട്ടറിയുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ICAIയും ICSI. അപ്പോൾ ആ 2 പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 2 മെമ്പേഴ്സ്. ഇത്രയും മെമ്പേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു CASB ബോർഡിന്റെ കോമ്പോസിഷനിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ CASB ബോർഡിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ചെയർമാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് ICMAI ആയിരിക്കും. അവരുടെ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് കൗൺസിൽ ആയിരിക്കും ചെയർമാനെ നോമിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറയുന്ന ICAIയിൽ നിന്നും ICSIയിൽ നിന്നുള്ള 2 പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. റെഗുലേറ്റേഴ്സിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഡയറക്റ്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കും. ഇൻഡയറക്റ്റ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ലീഡിംഗ് കമ്പനീസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്നുള്ള 1 നോമിനി. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ആ ഒരു ബോർഡിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആകുന്നത് എന്നുള്ള ക്ലിയർ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ദെൻ 3 നോമിനീസ് ഫ്രം ദ ഇൻഡസ്ട്രി അസോസിയേഷൻ. ഇൻഡസ്ട്രി അസോസിയേഷനിൽ നിന്നുള്ള 3 നോമിനീസ്. 2 നോമിനീസ് ഫ്രം ദി അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, IIM, യൂണിവേഴ്സിറ്റീസ്, അതിൽ നിന്നുള്ള അക്കാദമിക് ലെവലിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള 2 നോമിനീസ്. 4 എമിനന്റ് പ്രാക്ടീസിംഗ് മെമ്പേഴ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. ICMAയിലെ 4 എമിനന്റ് ആയിട്ടുള്ള പ്രാക്ടീസിംഗ് മെമ്പേഴ്സ്. Then 2 presidents authorized to include 2 experts in cost and management accounting and accounting standards. അപ്പോൾ ഇത്രയും ആളുകളായിരിക്കും മെയിൻ ആയിട്ട് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. താങ്ക് യു.